അപ്പോ കോയ ഞാൻ തുടങ്ങുക ഗാന്ധി ജയന്തി ഒക്കെ ആണല്ലോ. അതെ. അപ്പൊ എന്താ നമുക്ക് ഇപ്രാവശ്യത്തെ ഗാന്ധി ജയന്തിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിക്കാം. എനിക്കൊരു ആശയം തോന്നുന്നുണ്ട്. നമുക്ക് എല്ലാ വീടുകളിലും ഓരോ ജോഡി കതർ വസ്ത്രം, കതർ വസ്ത്രം തൊപ്പി ഉൾപ്പെടെ കൊടുത്തിട്ട് ഈ കതറിന്റെ മഹാത്മ്യത്തെ കുറിച്ച് എല്ലാവർക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നല്ലതായിരിക്കില്ലേ? ഈ കതറിടണം പറയൽ തുടങ്ങിയിട്ട് കാലം കുറെ ആരും ഇപ്പൊ അത് കേൾക്കണമൊന്നുമില്ല. അതാണ് അതിപ്പോ അതിന് അങ്ങനത്തെ ഒരു മനസ്സൊക്കെ വേണേ. അതെ, മദ്യപിച്ചിട്ടേ കുറെ ആളുകൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ തല കുത്തി മറിഞ്ഞ് നടക്കുന്നുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ആളുകളൊക്കെ ഒന്നുകൂടെ പോയി കണ്ടിട്ട് ഇത് കുടിക്കരുത്, കുടിച്ചാൽ ഇന്ന പോലെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ 2-ാം തീയതി അവരെ കൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യിപ്പിക്കുക. ഒരു കുടുംബത്തിൽ 5 പേരെ ഞാൻ തരാം, 5 ആണുങ്ങളെ. അതായത് അച്ഛൻ, മോൻ, മരുമോ, അനിയൻ, ചേട്ടൻ, അവര് ഒരുമിച്ച് വീട്ടിൽ ഒരുമിച്ചിരുന്ന അവർ കള്ളുകുടിക്കും. ഈ 5 ആളൊക്കെ പാടോ വീട്ടിലുള്ളവരെ ഒക്കെപ്പാടിരുന്ന് കള്ളുകുടിക്കുമ്പോ അവര് പറഞ്ഞാൽ നേരെ പോകുന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ മാഷ എന്നെ തന്നെ കണ്ടില്ലേ, കഴിഞ്ഞ ഗാന്ധി ജയന്തിക്ക് മാഷ എന്നെ ഉപദേശിച്ചു. ഞാൻ അന്ന് അതോടുകൂടി ഇപ്പൊ നന്നായി ഒരു വർഷം പിന്നീട് ആ കാര്യത്തില് മന്മഥന് അതിന്റെ ഒരു തൃപ്തി മനസ്സിൽ കിട്ടണില്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ജാതി ആളുകളെയൊക്കെ നോക്കിയിട്ട് ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങാം. ഒരു 100 കുടിയന്മാരുടെ ലിസ്റ്റ് ഞാൻ തരാം. അല്ലേ അല്ലേ? എന്താണ് എന്താണ് എത്ര വട്ടം ഞാൻ പറഞ്ഞ ഇവിടെയൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കാൻ. അപ്പൊ അതിന് ആളെ വിളിച്ച വരണ്ടേ? അങ്ങനെ പറഞ്ഞോണ്ട് കാര്യമുണ്ടോ? അതെന്താ ഈ പറമ്പിന്റെ കോലം? ആളെ വിളിച്ച കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പുറത്തെ രമേശി എന്നെ വിളിച്ച് പരാതി പറഞ്ഞു. മാഷിപ്പോ കുറച്ച് തിരക്കില്ല. ഞങ്ങൾ ഈ നാട്ടിലെ പാമ്പുകളെയൊക്കെ ഒന്ന് ഒതുക്കാനുള്ള ഗാന്ധി ജയന്തിയല്ലേ അതിന്റെ ശ്രമത്തിൽ. നാട് മാത്രം നന്നാക്കി പോരാ, ആദ്യം വീട് നന്നാക്ക്. എന്താ ഈ വർത്തമാനത്തിനൊക്കെ ഞാൻ എന്ത് പറയും? കുട്ടി പേടിച്ചു. അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് പോരെ. തേങ്ങ അവിടെ കിടക്കട്ടെ. അത് വീട്ടിലച്ഛ വന്ന് കേറിയാലോ അച്ഛാ? പേടിക്കാനൊന്നുമില്ല. ഇങ്ങനത്തെ പറഞ്ഞു വെക്കുമ്പോഴേ നന്നാക്കിട്ടൊക്കെ പോയാ മതി. എന്നെ നന്നാക്കണം കേട്ടോ അച്ഛാ. നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിട്ട് പോണ്ട. അപ്പൊ എന്താ രണ്ടുപേരായിട്ട് അങ്ങോട്ട് പോവാ. അത് നല്ലതാ. എന്നപ്പൊ ഒരു കാര്യം ചെയ്തോളി, നിങ്ങള് 2 ചെറുപ്പക്കാർ ഒരു വൈക്ക് പോയിക്കോളെ, ഞങ്ങൾ ഇങ്ങനെ വേറെ വൈക്ക് പോവാ. അതെ, ചെറുപ്പക്കാർ ഏത് വഴിക്ക് വേണമെങ്കിലും പോയിക്കോ. പക്ഷെ ഈ പാമ്പിന്റെ കാര്യത്തിൽ ഇന്നൊരു പരിഹാരം ഉണ്ടാക്കണം. അതെ, ഞാൻ നാളെ കണ്ടുപിടിച്ചു കൊണ്ടുവരാം. അല്ലാതെ അച്ഛനും ഇങ്ങോട്ട് വരണ്ട. ഇല്ല നിന്റെ ഇഷ്ടത്തിന് തോന്നിയാസം കളിക്കല്ല, എന്റെ ഇഷ്ടത്തിന് വെട്ടാനാണ് ഞാൻ കാഴ്ചയത്. പൈസ തന്ന ഇവിടെ പൈസ തന്നുവെച്ചാൽ നീ ഞാൻ പറഞ്ഞ പോലെ വെട്ടിയത്. എന്റെ ഇഷ്ടത്തിന് വെട്ടുന്നേ? എന്താ നിന്റെ ഇഷ്ടത്തിന്? പൈസ തന്നവൻ. എടാ, നിന്നോട് ഹിപ്പി വെട്ടാൻ പറഞ്ഞപ്പോ നീ എന്തിനാ മൊട്ടക്രോസ് വെട്ടി? ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്യും. അല്ല, നീ വല്ലാതെ ചിലക്കല്ലേ. നിന്റെ ഈ ഷെഡ് ഉണ്ടല്ലോ ഇപ്പൊ ഈ വെള്ളത്തിന്റെ നടുക്ക നിൽക്കണേ. ഞാൻ പുറംകാലം കൊണ്ട് ഒറ്റ അടി അടിച്ച ഈ ഷെഡ് മുഴുവൻ കടലിൽ പോയി ചേരും. പോയില്ലെങ്കിലേ കത്തിലെടുത്തും കുത്തുകിടന്നു. നീ എന്തിനാ പറഞ്ഞത്? നീ മറ്റേ പണിയെടുക്കാൻ നിൽക്കരുതിന്റെ ഇട്ടോ. എന്താ കാണിക്കണേ? ഇത് പൈസ തരാണ്ട് വെട്ടി. പൈസ തരാണ്ട് വെട്ടി. പൈസ തോന്നിയാസം കാണിച്ചിട്ട് വെട്ടിയ കാശ് കൊടുക്കും നമ്മള്. സുഗത ഒന്നിവിടെ വാ. വന്നിട്ട് തരട പട്ടി. എന്താ സുഗത, എന്തിനാ ഈ വഷളത്തരത്തിൽ നിക്കണ്? ഈ വർഷത്തിൽ എന്തിനാ നിക്കണ്? നിനക്ക് വെച്ചിട്ടുള്ള ഞാൻ പണിക്കേക്കണ് ചട്ടേ.
ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. കേട്ടാ ചേട്ട പണിയറിയത്തോ ഈ പഠിക്കരുത്. ക്ഷമിക്ക്. ക്ഷമിച്ചു. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വിളിച്ച്? പറയാം. ഇത് ആരാ അറിയോ? നമ്മുടെ നാട്ടിലെ തികഞ്ഞ ഗാന്ധിയനും ആദർശശാലിയാണ് സാർ. സാറ് പറഞ്ഞാൽ ഞാൻ എന്തും കേൾക്കും. എന്താ സാറേ? സുഗത, ഓ എന്താ ഇപ്പൊ ഇന്ന് രാവിലെ കഴിച്ചത്? അതെങ്ങനെ ഞാൻ സാറിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാ? പക്ഷെ അത് മോശം, അത് അറിയണ്ടത്. പറ എന്താ? നമ്മളൊക്കെ പാവങ്ങളല്ലേ. ജവാൻ ഇത്തിരി വില കുറവ് പക്ഷെ എന്നാലും നല്ല സാധനം ഒരു 3 എണ്ണം അടിച്ചു രാവിലെ. ഇങ്ങനെ കുടിച്ച് നടക്കണമെങ്കിലൊക്കെ ഇപ്പൊ അതിന് നല്ല പൈസ വേണ്ടേ? പൈസ വേണം. ഞാൻ അധ്വാനിക്കുന്നുണ്ടല്ലോ. ഞാൻ പണിക്ക് പോയി കിട്ടുന്ന കാശിനെ കള്ളു കുടിക്കും. പൈസ തീർന്ന വീണ്ടും പോയി പണിയെടുക്കും, കള്ളു കുടിക്കും. ഭാര്യ അവള് പണിക്ക് പോയി കുടുംബം നോക്കും. അങ്ങനെ ആർക്കും ഒരു ശല്യമില്ലാണ്ട് നമ്മൾ ജീവിക്കണത്. ഇന്നലെ നട്ടൊരു ഞാറുകളല്ലോ പൊന്നിൻ കതിരിന്റെ പൊൻകൂടം ചൂടി നല്ലൊരു കാറ്റിട്ട് അലോലം. മോളെ ഇല്ല, കിട്ടിയിട്ടില്ലേ? ഒരു കാര്യം ചെയ്യാ, ഞാൻ ആരെങ്കിലും കിട്ടും നോക്കട്ടെ. ഞാൻ 1-2 ആൾക്കാരോട് ചോദിച്ചു, അപ്പൊ അതൊന്നും ഇല്ല, അവർക്കൊക്കെ പണിയാ. ഇങ്ങടൊന്നും പറയാണ്ടിരിക്കേ. നോക്കട്ടെ നോക്കിട്ടൊക്കെ മതി, നോക്കണം. ഒരൊറ്റ പണിക്കാരെ കിട്ടില്ല ഇപ്പൊ. അതാ വലിയ പ്രശ്നം. അപ്പൊ ഒരു കാര്യം ചെയ്യാ, സുഗതനോട് അത് പറയൂ. എന്നാ സുഗത, എന്തിനാ ഞങ്ങൾ വന്നതെന്നറിയോ? അതെ, ഒന്നും തോന്നരുത്. ഇന്ന് ഞാൻ പണിക്ക് വരില്ല. കാരണം എന്താ പറയുക, ഇന്ന് കണാറിന് ഒരു സാധനമായിട്ട് വരാൻ പറഞ്ഞിട്ട് 3 മണിക്ക് കൂടണം. അതാണ്, ഒന്നും തോന്നരുത്. സുഗത, നിനക്ക് എപ്പോഴെങ്കിലും ഇത് നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? സുഖല്ലേ? പക്ഷെ ഭാര്യക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അവളിന്റെ കള്ളുടി നിർത്താൻ വേണ്ടിട്ട് ഒരു 15 ദിവസം ഒരു സ്ഥലത്ത് കൊണ്ടിട്ടു എന്നെ ചികിത്സക്ക്. പുറലോകം അങ്ങോട്ട് കാണാൻ പറ്റില്ല. 15 ദിവസം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നേരെ പോയി ബാറ് പോയി 3 എണ്ണം അടിക്കണോടത്ത് 6 എണ്ണം അടിച്ചു. അതാ സുഖം. അതെ, ഈ മദ്യപാനശീലം നിർത്താൻ ചികിത്സ കൊണ്ട് മാത്രം കാര്യമില്ല. ഒരു കാര്യമില്ല. അതിന് നല്ല മനസ്സുറപ്പ് വേണം. അതിക്കില്ല. നല്ല ചങ്കുറപ്പ് വേണം. ചങ്കുറപ്പില്ല. ഇതില്ലാത്ത ആൾക്കാർ കാരണമാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത്. അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നാളെ 2 മണിക്ക് വായനശാല ഹാളിൽ എത്തണം. ഒരു കാര്യം പറയാൻ. നാളെ 2 മണിക്ക്. 2 മണിക്ക് വായനശാലയില് ഒന്നുമില്ല. ഞാൻ സ്നേഹത്തോടെ വിളിച്ചാ നീ വരും. അത് സാറ് സ്നേഹത്തോടെ വിളിച്ചാൽ സുഗതൻ വരില്ലേ? വരും. അപ്പോ സുഗതന് ഐശ്വര്യം ഉണ്ടാവണ ഒരു കാര്യമാന്ന് കൂട്ടിക്കോ. സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. എന്നാ ഞാൻ വരും. മറിമായം